ഹായ് ഓൾ. നമ്മൾ ഇന്നിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ എക്സസൈസ് 3 പ്ലസ് വൺ മാത്സിലെ ചാപ്റ്റർ 3 ട്രിഗ്നോമെട്രി അതിനകത്തെ എക്സസൈസ് 3.1 ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ഫൈൻഡ് ദ റേഡിയൻ മെഷർ കറസ്പോണ്ടിങ് ടു ദ ഫോളോയിങ് ഡിഗ്രി മെഷർ. അപ്പം നമുക്ക് താഴെ തന്നിട്ടുള്ള ഡിഗ്രി മെഷർ നമ്മൾ എന്ത് ചെയ്യണം? റേഡിയൻ മെഷറിലേക്ക് കൺവേർട്ട് ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പം നമുക്കത് എങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം. ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് 25 ഡിഗ്രിയാണ്. 25 ഡിഗ്രി എന്ത് ചെയ്യണം? റേഡിയൻ മെഷറിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ ഡിഗ്രി എന്നിട്ട് റേഡിയൻ മെഷറിലേക്ക് കൺവേർട്ട് ചെയ്യാൻ നമ്മുടെ ഇക്വേഷൻ എന്താ? ഞാൻ ഓൾറെഡി ഇൻട്രോയിൽ വീഡിയോ ഇട്ടിട്ടുണ്ട്, അതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട് എങ്ങനെയാണ് ചെയ്യേണ്ടത്. അത് കാണാത്തത് അത് പോയി കാണണം കേട്ടോ. ആദ്യം ഇൻട്രോ അത് കഴിഞ്ഞിട്ട് ഇത് നോക്കി മനസ്സിലാവുള്ളൂ. അപ്പോൾ റേഡിയൻ മെഷർ കാണാനുള്ള നമ്മുടെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? π/180 ഇൻറ്റു ഡിഗ്രി മെഷർ. എന്താണ്? π/180 ഇൻറ്റു ഡിഗ്രി മെഷർ ആണ്. അപ്പോൾ ഓൾറെഡി നമുക്കിത് റേഡിയനിലേക്ക് കൺവേർട്ട് ചെയ്യാനല്ലേ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ π/180 ഇൻറ്റു ഡിഗ്രി എത്രയാണ് നമുക്ക് തന്നിട്ടുള്ളത്? 25 അല്ലേ? 25 ഡിഗ്രി. അപ്പോൾ ഇതിനെ നമ്മൾ കൺവേർട്ട് ചെയ്ത് ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെ വരും? ഇവിടെ 180 25 180യും 25. അപ്പോൾ ഇത് രണ്ടും എന്താണ്? 5ൽ പോകും അല്ലേ? അപ്പോൾ 25/5 എന്ന് പറഞ്ഞാൽ എത്രയാണ്? അല്ല, 25/5 എന്ന് പറഞ്ഞാൽ 5 അല്ലേ? അതുപോലെ 180/5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ അത് എത്ര കിട്ടും? 180 ഡിവൈഡഡ് ബൈ 5 നമുക്ക് ചെയ്ത് നോക്കാം. 2 5s are 10, 3 5s are 50. അപ്പോൾ എന്ത് വരും ഇവിടെ? 36 വരും അല്ലേ? അപ്പോൾ നമുക്ക് ഇതിനെ റേഡിയനിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ഇവിടെ എന്ത് വരും? 5π/36 റേഡിയൻ എന്ന് ആൻസർ വരും. ഓക്കെ, 5π/36 റേഡിയൻ എന്നാണ് ഫസ്റ്റ് വണ്ണിൻ്റെ ആൻസർ വരിക. ഇനി അടുത്ത സെക്കൻഡ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. എന്താണ് ഇവിടെ തന്നിട്ടുള്ളത്? 1 മിനിറ്റ് സ്ക്രോൾ ചെയ്യട്ടെ. സെക്കൻഡ് ക്വസ്റ്റ്യനും സെയിം. എന്താണ് ഇവിടെ? നമുക്കിവിടെ -47 ഡിഗ്രി 30 മിനിറ്റും കൂടെ തന്നിട്ടുണ്ട്. ഇതിന് എന്ത് ചെയ്യണം? നമുക്ക് ഡിഗ്രി തന്നിട്ടുണ്ട്, റേഡിയനിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ ഇതിനെ റേഡിയനിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഇവിടെ ഒരു കാര്യം അറിയണം. 1 ഡിഗ്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എത്രയാണ്? 47 ഡിഗ്രി 30 മിനിറ്റ് ആണല്ലോ. 1 ഡിഗ്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? 60 മിനിറ്റ് ആണ്. ഈ മിനിറ്റിനെയായിട്ട് നമ്മളിങ്ങനെ ഒരു വര വെച്ചിട്ട് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പം 1 ഡിഗ്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? 60 മിനിറ്റ്. അത് മറക്കല്ലേ. അപ്പം ഇതിനെ നമുക്ക് എങ്ങനെ, ഞാൻ ഇതുവരെ ഡിഗ്രിയെ പറഞ്ഞു തന്നിട്ടുള്ളൂ. മിനിറ്റിനെ എങ്ങനെ, മിനിറ്റും കൂടെ വരുമ്പോൾ എങ്ങനെ നമ്മൾ കൺവേർട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടില്ല. അപ്പം ശ്രദ്ധിച്ചോളൂ. -47 ഡിഗ്രി മൈനസ് ഉണ്ടല്ലോ, -47 ഡിഗ്രി പ്ലസ് 30 മിനിറ്റിനെയാണ് നമുക്ക് കൺവേർട്ട് ചെയ്യേണ്ടത്. അപ്പം ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നും കൂടി ഇത് അതുപോലെ അങ്ങ് എടുത്തെഴുതി. എന്നിട്ട് അടുത്ത സ്റ്റെപ്പിൽ -47 ഡിഗ്രി പ്ലസ് 30 മിനിറ്റിന് ഞാൻ എന്ത് ചെയ്യുന്നു? നമുക്ക് 30 ഡിഗ്രി എന്ന് കൊടുക്കും ഞാൻ. ഓക്കെ, ഈ മിനിറ്റിന് നമ്മൾ എന്ത് ചെയ്യുന്നു? 30 ഡിഗ്രി എന്ന് കൊടുക്കുന്നു, ഡിവൈഡഡ് ബൈ 60 എന്ന് കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ ഈ 0 കട്ടായി. പിന്നെ ഇവിടെ എന്ത് വരും? 1 ഇത് രണ്ടും കട്ടായി. ഇവിടെ എന്ത് വരും? 1/2 എന്ന് വരൂല്ലേ? അപ്പം ഞാൻ അടുത്ത സ്റ്റെപ്പിൽ -47 ഡിഗ്രി പ്ലസ് 1/2 എന്ന് കൊടുക്കുന്നു. 1/2 ഡിഗ്രി നമുക്ക് കിട്ടി. ഇനി ഇതിനെ നമുക്ക് ഇതെന്താ ചെയ്യേണ്ടത് വെച്ചാൽ നമ്മുടെ ഫൈനൽ ആയിട്ടുള്ള നമ്മുടെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? നമുക്ക് ഇതിനെ ഫുള്ളായിട്ട് ഒരു ഡിഗ്രിയിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പം ഇനി നമ്മൾ ഇത് എങ്ങനെയാണ് ചെയ്യുക? ഇവിടെ നമുക്ക് 47 × 2 എന്ന് പറയുമ്പോൾ എത്ര കിട്ടും? 47 × 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7 2 40 94 എന്ന് വരും. സോ 94 47 × 2 94 പ്ലസ് 1 ഡിവൈഡഡ് ബൈ 2 എന്ന് കൊടുക്കുന്നു. ഓക്കെ, ഡിഗ്രി എന്ന് കൊടുക്കാവേ. അപ്പോൾ ഈക്വൽ ടു നമുക്കിവിടെ എത്ര കിട്ടും? ഇവിടെ മൈനസ് ഉണ്ടേ മറക്കരുത്. അപ്പം -95/2 ഡിഗ്രി എന്ന് കിട്ടും. അപ്പോൾ നമുക്കിത് എന്തായി? ഫുള്ളായിട്ടൊരു ഡിഗ്രിയിലേക്ക് ഇത് കൺവേർട്ടായി. ഇനി എന്ത് ചെയ്യണം? നമുക്ക് നേരത്തെ മിനിറ്റ് നമ്മൾ മാറ്റി ഡിഗ്രിയിലേക്ക് മൊത്തം ഡിഗ്രിയിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്ത് എടുത്തെഴുതിയല്ലോ. ഇനി അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ഇവിടെ എന്ത് ചെയ്യും? ഇതിനെ നമ്മൾ റേഡിയനിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ റേഡിയൻ മെഷർ ഈക്വൽ ടു നമുക്ക് ഡിഗ്രി കറക്റ്റായിട്ട് കിട്ടി. ആ മിനിറ്റിലുള്ളത് നമ്മൾ ഡിഗ്രിയിലേക്ക് ആക്കി. അപ്പോൾ റേഡിയൻ മെഷർ കാണാനുള്ള നമ്മുടെ ഇക്വേഷൻ എന്താണ്? റേഡിയൻ മെഷർ ഈക്വൽ ടു π/180 ഇൻറ്റു എന്താണ്? ഡിഗ്രി മെഷർ അല്ലേ? π/180 ഇൻറ്റു ഡിഗ്രി മെഷർ. അപ്പോൾ π/180 ഇൻറ്റു ഡിഗ്രി എത്ര കിട്ടി നമുക്ക്? -95/2 അല്ലേ? അതിവിടെ എഴുതി. ഇനി നമുക്ക് ഇവിടെ നിന്ന് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ഇതും 5ൽ എന്താണ്? കട്ടായി പോവില്ലേ? ഇത് രണ്ടും 180യും 95ഉം. അപ്പോൾ 95 5ൽ എങ്ങനെയാണ് പോവുക നോക്കാം. 5 1 5s are 5 45. അപ്പോൾ എന്ത് വരും? 45 19 വരും. 95 ഇവിടെ 19 വരും. 180 ഞാൻ ഓൾറെഡി നേരത്തെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് എത്രയല്ല എന്നാലും ഒന്നുകൂടെ നോക്കാം. 180 ഡിവൈഡഡ് ബൈ 5 എന്ന് പറയുമ്പോൾ
6 3 5s 4 5s 20. അപ്പോൾ 3 5s 50 അല്ലേ? അപ്പോൾ നമുക്കിത് എങ്ങനെ കൊടുക്കാൻ വേണ്ടി പറ്റും? 36 എന്ന് കൊടുക്കാൻ പറ്റും അല്ലേ? ഇവിടെ 36 അല്ലേ വരിക? ഓക്കെ, 36 എന്ന് വരും. അപ്പം 36 × 2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? അത് 72. അപ്പം -19π ഡിവൈഡഡ് ബൈ ഈ 36 × 2 എന്ന് കൂടെ കൊടുക്കുക. അപ്പം ഫൈനൽ ആൻസർ എന്ത് വരും? -19π ഡിവൈഡഡ് ബൈ 72. ഞാനിങ്ങനെ എല്ലാ സ്റ്റെപ്പും ഇങ്ങനെ ഓരോന്നോരോന്നെടുത്ത് അറിയത്തില്ലാത്തൊരു കുറേ പേരുണ്ട്, പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റാത്ത അവർക്കും കൂടി ആയിട്ട് കേട്ടോ ഞാനിങ്ങനെ ഓരോ സ്റ്റെപ്പും എടുത്തിരുന്നത്. അപ്പം 19π/2 റേഡിയൻസ് എന്ന് വരും നമ്മുടെ ഇതിൻ്റെ ആൻസർ. എല്ലാവർക്കും മനസ്സിലായെന്ന് തോന്നുന്നു. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, എങ്കിൽ മാത്രമേ എനിക്ക് കൂടുതൽ വീഡിയോസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ താങ്ക് യു. അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ.